നമസ്കാരം, മെഡിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. കാരുണ്യ ഫാർമസിക്ക് മരുന്ന് വിതരണം ചെയ്തതിന്റെ പണം കിട്ടിയില്ലെന്ന് സൺ ഫാർമ കമ്പനി. 9.5 കോടി രൂപയുടെ കുടിശ്ശിക ആവശ്യപ്പെട്ട് സൺ ഫാർമ ആരോഗ്യ വകുപ്പിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാർ വിശ്വാസവഞ്ചന കാണിച്ചെന്നും പാവപ്പെട്ട രോഗികളാണ് കാരുണ്യയെ ആശ്രയിക്കുന്നതെന്നുമാണ് അതാണ് മരുന്ന് വിതരണം നിർത്താത്തതെന്നും കമ്പനി പറയുന്നു. സംസ്ഥാനത്തെ 52 കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾക്കുള്ള 35% ജീവൻ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് സൺ ഫാർമ എന്ന കമ്പനിയാണ്. ആരോഗ്യ വകുപ്പിന് നൽകുന്ന മരുന്നുകളുടെ ബിൽ 45 ദിവസത്തിന് ശേഷമായിരുന്നു അനുവദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി മരുന്നുകൾക്ക് സർക്കാർ പണം നൽകുന്നില്ല. 9.5 കോടി രൂപ ഇതുവരെ കമ്പനിക്ക് കുടിശ്ശികയുമുണ്ട്. പണം അനുവദിക്കുവാൻ നിരവധി വട്ടം ആരോഗ്യ വകുപ്പിനും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും കമ്പനി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതും കോടികളുടെ കുടിശ്ശിക കമ്പനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇക്കാര്യങ്ങൾ. എന്നാൽ സാധാരണ ജനങ്ങളെ ആലോചിച്ചാണ് മരുന്ന് വിതരണം നിർത്താത്തതെന്നും കമ്പനി പറയുന്നു. നിലവിൽ കമ്പനി നൽകുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ പെട്ടെന്ന് നിർത്തിയാൽ രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. സർക്കാർ നടത്തിയത് വിശ്വാസവഞ്ചനയും ഔചിത്യമില്ലാത്ത നടപടിയുമാണെന്നും കമ്പനി ആവർത്തിക്കുന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം മരുന്ന് ഓർഡർ ചെയ്താൽ 7 ദിവസത്തിനുള്ളിൽ കമ്പനി എത്തിക്കുന്നുമുണ്ട്. ഈ മരുന്നുകളാണ് സംസ്ഥാനത്തെ കാരുണ്യ ഫാർമസികളിലൂടെ സർക്കാർ 7% ലാഭം ഈടാക്കിയ ശേഷം വിൽപ്പന നടത്തുന്നത്. എന്നാൽ ഇങ്ങനെ വിതരണം ചെയ്ത മരുന്നുകളുടെ തുക കമ്പനിക്ക് നൽകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹൈക്കോടതി ഇടപെട്ട് കുടിശ്ശിക ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തകൾ കൂടുതൽ അറിയുവാനായി മെഡിറ്റീവ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.